ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്കൊക്കെ സുഖമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ആർക്കൊരു ബുദ്ധിമുട്ടും പഠിച്ചോ തരാതിരിക്കട്ടെ. എല്ലാവരും നല്ല രീതിയിൽ കഴിഞ്ഞു പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഞാൻ എന്നത്തെയും പോലെ തന്നെ ഒരു കുഞ്ഞു വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തെങ്ങാണ്ട് കണ്ടു തുടങ്ങണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മറക്കും, അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ലൈക്ക് ചെയ്തോളി എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വീഡിയോസ് അങ്ങനെ കണ്ടു പോകും, വീഡിയോ കഴിയുമ്പോൾ ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോകും. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് പറയുന്ന ദിവസങ്ങളിൽ ലൈക്ക് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യാൻ പറയുന്നത്. അതേപോലെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനപ്പുറത്തുണ്ടാകുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തട്ടോ. അപ്പോഴാണ് നമ്മളെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ മക്കളെ, രാവിലെ ഞാൻ എണീറ്റ് വാതിലൊക്കെ തുറന്ന് അടുക്കളയ്ക്ക് വരികയാണ് കേട്ടോ. നമ്മൾ അടുക്കളയൊക്കെ ക്ലിയറായി വെച്ച് പോയി കടന്നുറങ്ങിയതാണ്. അപ്പോൾ വാതിൽ തുറന്ന് വരികയാണ്. അപ്പോൾ ഞാൻ രാത്രിയിൽ കുറച്ച് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടോ, പുട്ടും കടലക്കറി ആക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് കലത്തപ്പത്തിന് ഇട്ടിച്ച് അരി, പിന്നെ ചെറിയുള്ളി പെട്ടെന്ന് തോല് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി വെള്ളത്തിലിട്ടിട്ടുണ്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് കയ്യിലിട്ട് നന്നായിട്ട് തിരുമ്പുമ്പോൾ ആ തൊലിയൊക്കെ ഉണ്ട് പോയി കിട്ടും കേട്ടോ. പിന്നെ നമ്മളെ ഉള്ളിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളി അത് ക്ലിയർ ആകും. അപ്പോൾ നമ്മളെ പൊരിച്ച പത്തിരിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, പൊരിച്ച പത്തിരി എനിക്ക് ഒരു സംശയവും നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകില്ല. കുറേ ആൾക്കാർ വീഡിയോസ് കണ്ടിട്ട് പൊരിച്ച പത്തിരിനെ കുറിച്ച് എത്ര വീഡിയോ ഇട്ടാലും ചോദിക്കും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിനെക്കുറിച്ചൊരു സംശയം ഉണ്ടാകില്ല. നമ്മളെ പൊരിച്ച പത്തിരിൻ്റെ വെള്ളവും പൊടിയൊക്കെ ഞാൻ കലത്തപ്പം ചെയ്ത് അതേപോലെ കറക്റ്റ് അളന്ന് പാകാക്കിയിട്ട് പൊരിച്ച പത്തിരിൻ്റെ വീഡിയോ നമ്മളെ എവിടെ ഇട്ടിരിക്കണത്, സംരംഭക എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ടല്ലോ, നമ്മളെ പുതിയ ചാനൽ, അതിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ ചാനലിൻ്റെ ഈ വീഡിയോസിൻ്റെ കമൻറ്റിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും നമ്മളതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട്, ആവശ്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടുങ്ങാണ്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുങ്ങാണ്ട് നിങ്ങളെ സംശയങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കുക. അതേപോലെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എത്ര പറഞ്ഞാലും എന്നിട്ടിട്ട് മനസ്സിലാവാത്തവർക്ക് വേണ്ടിങ്ങാണ്ട് ഞാൻ അത് കറക്റ്റ് പൊടിയും വെള്ളമൊക്കെ തൂക്കിങ്ങാണ്ട് അതിൻ്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ് ഇതിൽ ഇട്ടിക്കണത് നമ്മളിന്ന്. അപ്പോൾ കറക്റ്റ് അതിലുണ്ട് കേട്ടോ എല്ലാം. ഇനി ഒരു സംശയം ആർക്കും പൊരിച്ച പത്തിരിക്ക് ഉണ്ടാകില്ല. അങ്ങനെ ഞാൻ നിങ്ങൾക്കും വേണ്ടിങ്ങാണ്ട് വെള്ളം ഇതൊക്കെ അളന്നിങ്ങാണ്ടാണ് അതിൽ നമ്മൾ വീഡിയോസ് ചെയ്തിരിക്കണത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് പോയിങ്ങാണ്ട് കാണുവേണ്ടി. അപ്പോൾ ഇതിൻ്റെ ഈ ചാനൽ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാം. അപ്പോൾ മക്കളെ, വിറകൊക്കെ മഴ കാരണം വിറകൊക്കെ കഴിഞ്ഞും ചെയ്തു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലേ 2 ദിവസം മുന്നേ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കിട്ടുന്നത് ഇങ്ങനെ കത്തിച്ച് കഴിയുമ്പോൾ നല്ല കനലുണ്ടാകുമല്ലോ നമ്മൾ അടുപ്പിൻ്റെ മേലെ. അപ്പോൾ അതിൻ്റെ മേലെ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ഉണക്കലാണ് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് നല്ല കനലുണ്ടാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടലും ഉണ്ട്, കത്തലും ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നലെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ചൊക്കെ വെയിലത്തിട്ടുങ്ങാണ്ടൊക്കെ ഉണക്കി ക്ലിയർ ആക്കി എടുത്തേച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ തീയൊക്കെ മൂട്ടാൻ വേണ്ടിങ്ങാണ്ട് വിറകൊക്കെ ഉണ്ട് റെഡിയാക്കിയതിന്. അടുപ്പൊക്കെ ഈ സമയത്താണ് കേട്ടോ അരച്ച് കേൾക്കൽ. എന്താ വെച്ചാൽ കടലിൻ്റെ മേലേക്ക് ഞാൻ വേഗം വിറകെടുത്തേക്കലുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ കേട്ടോ അങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ ആ ചൂട് കൊടുക്കാനും തന്നെ കഴുകും, കൈ എത്ര പൊള്ളിയാലും ഞാൻ ചൂട് കൊടുക്കാനും തന്നെ കഴുകിയെടുക്കലാണ്. ഇപ്പോൾ മഴ കാരണം വിറകൊക്കെ നനഞ്ഞതായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പൊരിച്ച പത്തിരിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ജീരകമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഒക്കെ ഇതാക്കിയിട്ട് നമ്മൾ സാധാ ചെയ്യണ പോലെ തന്നെ എന്ന് ചെയ്യണ പോലെ തന്നെ കരിഞ്ജീരകമല്ല കറുത്തള്ളും ചെറിയ ജീരകമൊക്കെ ഇട്ടുങ്ങാണ്ട് അത് നന്നായിട്ട് കുഴച്ചിങ്ങാണ്ട് നമ്മൾ സാധാ എന്നും ഡെയിലി ചെയ്യണം അതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആരും മറക്കണ്ട, നമ്മളെ സംരംഭക ചാനലിൽ ഇതിൻ്റെ ഫുൾ വീഡിയോസ് കൊടുത്തിക്കണേ. അപ്പോൾ കാണാൻ ആവശ്യമുള്ളവരൊക്കെ അതിൽ പോയി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളെ ചാനൽ കണ്ടുകൊണ്ട് പുതിയ സംരംഭം തുടങ്ങി നമ്മളെ സബ്സ്ക്രൈബർ വിജയിച്ചു എന്ന് പറഞ്ഞ് എന്നും എനിക്ക് വിളിക്കും കേട്ടോ. നല്ല സന്തോഷം പറയും, അത്ര ക്യാഷ് ഇട്ട് ഇത്ര ക്യാഷ് ഇട്ട് സമാധാനമായി എന്നൊക്കെ പറയണ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു റാഹത്താണ് കേട്ടോ മക്കളെ. അപ്പോൾ ഇപ്പോൾ കുറേ കടയിലൊക്കെ കൊടുക്കൽ തുടങ്ങി സുഖസുന്ദരമായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ലാതെ.
അപ്പോൾ ഉഷാർ അതിൻ്റെ മുന്നിൽ ഓളെ പണി ഒരുങ്ങും കേട്ടോ. അപ്പോൾ ഇനി ഓളെ കണ്ടുകൊണ്ട് ഞാൻ പഠിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ. ഇന്ത്യയിലാറെ സാധനം സെയിൽ ചെയ്യുന്നുണ്ട്, നേരത്തെ പണി ഒരുങ്ങുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇനിയും കഴിഞ്ഞില്ല, എൻ്റെ കഴിഞ്ഞില്ല വെച്ച് എനിക്ക് ഇങ്ങനെ വിളിക്കും കേട്ടോ. ഓരോ ടൈമിലും വിളിക്കും കേട്ടോ. ഒരു ദിവസം എന്തായാലും 8-10 പ്രാവശ്യമെങ്കിലും വിളിക്കും. അപ്പോൾ ഏതായാലും സന്തോഷം, എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് പൂവടക്ക് വേണ്ടി പൊടി വാട്ടുകയാണ് കേട്ടോ. നമ്മളെ പത്തിരിൻ്റെ കൊടുത്തിയൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ പൂവടക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടോ. വീഡിയോ എടുക്കാനൊക്കെ മൊത്തത്തിലൊരു മടിയാണ് കേട്ടോ മക്കളെ, എന്നും ഈ വീഡിയോസ് തന്നെ ആകുമ്പോൾ എനിക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ നമുക്ക് കറിക്കില്ല പരിപാടിക്ക് നോക്കുകയാണ്. അപ്പോൾ മത്തൻ്റെ ഇല ഉണ്ടല്ലോ, അത് നുള്ളിങ്ങാണ്ട് താളിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ അയൽവാസി കുഴിച്ചിട്ടതാണ് കേട്ടോ ഇവിടെ ഒരു ഒഴിഞ്ഞ പറമ്പിൽ മത്തൻ്റെ ഇല. അപ്പോൾ ഞാനത് പിന്നെ എന്നോട് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് എടുക്കുകയാണ് എന്നും പറയലുണ്ട്. അപ്പോൾ ഞാൻ അതിനോട് പോവലില്ല, ഭയങ്കര കാടാണ് കേട്ടോ. കാട് മുട്ടിന് കയറ്റാൻ കാടുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ഏതായാലും ഈ തുമ്പത്തിലെ വള്ളിമന്നൊക്കെ പറിച്ചിട്ട് അങ്ങോട്ട് പോന്നിക്കണേ. അപ്പോൾ അതാ ഇവിടെ നല്ല തേൻവരിക്ക ചക്കയാണ് ഇട്ടത്. നമ്മളെ അയൽവാസിൻ്റെ പിലാവാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. പിന്നെ അതാ നമ്മളെ അതിലിങ്ങനെ മത്തൻ്റെ എടുത്ത് വന്നപ്പോൾ ഉണ്ട് നമ്മളെ ചവിട്ടിയിലൊരു പൂച്ചരിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ചവിട്ടിയാണ് വല്ല ശല്യം കാരണം എടുത്ത് വെച്ചേക്കണം. എത്ര ആട്ടിയാലും നമ്മളെപ്പോഴും അടുക്കള ഭാഗത്തല്ലേ കാരണം. അപ്പോൾ ഇവലിങ്ങനെ വന്നുകാണ്ട് ഇതിൽ കടക്കും മൂത്രയ്ക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. പിന്നെ അത് തിരുമ്പാനും പിന്നെ ഉണക്കാനൊക്കെ നിൽക്കേണ്ടി വരും മഴക്കാലത്ത്. പിന്നെ ഒരാളങ്ങനെ കഴിഞ്ഞപ്പോൾ അടുത്ത കസേരയ്ക്ക് നോക്കിയപ്പോൾ അടുത്ത ആൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ ഇവരെ പരിപാടി. കാണുമ്പോഴൊക്കെ രസമാണ്. പക്ഷെ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓല അടുപ്പിച്ചൂലല്ലേ. പക്ഷെ അതായത് നമ്മൾ അങ്ങനെ ഉണ്ടാട്ടി പൈസാനും പറ്റൂല. അപ്പോൾ സ്ഥിരം പിന്നെ ആൾക്കാരാണ് കേട്ടോ ഇവർ. നമ്മളെ വീട്ടിലത്തെ ഇതിൻ്റെ തള്ളിയും മക്കളൊക്കെ ഉണ്ട് വേറെ. പിന്നെ അതാ ഉച്ചയ്ക്ക് മീനും പിന്നെ കിളിമീനും വത്തൽ മീനുമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പൊരിച്ചും കറി വെക്കാനൊക്കെ ഉണ്ട്. ഒക്കെ ഒന്ന് ക്ലിയറാക്കി വെക്കണം. പിന്നെ നമ്മൾ അടിപൊളി കയ്പ്പങ്ങ അച്ചാറിടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അച്ചാറിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിൽ ഇടണില്ല. ഞാനത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. അപ്പോൾ കയ്പ്പില്ലാത്ത കയ്പ്പക്ക അച്ചാറുണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ വേറൊരു ദിവസം ഇടും കേട്ടോ ഇൻഷാ അല്ലാ. അപ്പം ഫുള്ള് ഇതിലിട്ടെങ്ങാണ്ട് വീഡിയോ ഒന്നായിട്ട് വലിച്ചു നീട്ടി കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സംരംഭകയിലാട്ടോ ഞാനിത് ഇടുക. അപ്പോൾ പുതിയ ചാനലിൽ അപ്പോൾ നമ്മളെ സംരംഭക ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്കനൊക്കെ അമർത്തി വെച്ചോളിയും. അടിപൊളി അച്ചാറാണ് ഉണ്ടത്. കയ്പ്പക്ക അച്ചാർ എന്ന് പറഞ്ഞാൽ അടിപൊളി. പിന്നെ വലിയ കയ്പ്പില്ലാത്ത രീതിയിൽ കയ്പ്പക്കൻ്റെ ചെറിയൊരു കയ്പ്പ്, അതിൻ്റെ ഫുള്ള് കയ്പ്പും കളഞ്ഞിട്ടാണ് നമ്മൾ അച്ചാറുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ. ഇട്ടുങ്ങാണ്ട് 2-3 ദിവസം തന്നെ നമുക്ക് നല്ല കയ്പ്പക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി ടേസ്റ്റിലുള്ള അച്ചാറാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും വീണ്ടും അസ്സലാമു അലൈക്കും.